Hi all, welcome back to our EVS class. Today we are discussing about our 8th chapter, Home and Nest. എന്താണ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് അല്ലേ, നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട് അല്ലേ. ക്രീച്ചേഴ്സിൻ്റെ ഒക്കെ ഹോമാണ് എന്ത് നമ്മൾ നെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരുപാട് നെസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഒരുപാട് നെസ്റ്റുകൾ ഉണ്ടല്ലേ. അതുപോലെ ഹോമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോം നിങ്ങൾ കണ്ടിട്ടില്ലേ. അതുപോലെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് പേജിൽ ഇതാ നോക്കൂ, എന്താണ് നല്ല ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ. അതിലെന്താണ് കാണുന്നത്, ഹോം കാണുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് നെസ്റ്റ് കാണുന്നുണ്ട് അല്ലേ. ഒരുപാട് ക്രീച്ചേഴ്സിൻ്റെ നെസ്റ്റ് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോംസ് ഓർ നെസ്റ്റ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെ ക്രീച്ചേഴ്സാണ് ലീവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഹോം ആൻഡ് നെസ്റ്റ്. ദ വീവർ ബേർഡ്സ് മെയ്ഡ്സ് ആറ്റക്കുരുവി ഹാഡ് എ വിഷ്. They wanted to build a nest before the rainy season. The bird climbed a tree branch. എന്താണ് വീവർ ബേർഡിലെ ആറ്റക്കുരുവിക്ക് എന്താണ് ഒരു ആഗ്രഹം, ഒരു മോഹമുണ്ട്. എന്താണ്, മഴക്കാലം തുടങ്ങുന്ന റെയിനി സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരു നെസ്റ്റ് ബിൽഡ് ചെയ്യണം, ഒരു കൂടുണ്ടാക്കണം. അങ്ങനെ എന്ത് ചെയ്തു, ഒരു മരച്ചില്ല കണ്ടെത്തി അതിലെന്ത് ചെയ്തു, കൂടുണ്ടാക്കാൻ തുടങ്ങിയില്ലേ. The male weaver bird started building the nest. A beautiful nest was made within days using fiber packet from paddy and coconut leaves. എന്താണ്, ദിവസങ്ങൾക്കുള്ളിൽ എന്താണ്, നാരുകളും തെങ്ങോലകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ഒരു ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി അല്ലേ. പാഡിയുടെ ഇതൊക്കെയാണല്ലേ, നെൽച്ചെടി, പാഡി എന്ന് പറഞ്ഞാൽ നെൽച്ചെടിയാണല്ലേ. കോക്കനട്ട് ലീവ്സ്, തെങ്ങിൻ്റെ ഓലകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് കൂടൊരുക്കുന്നത്. Then the female laid eggs and they waited for the little ones to come out. എന്താണ്, എന്നിട്ട് ഉണ്ടാക്കിയ കൂട്ടിൽ എന്ത് ചെയ്തു, പെൺകുരുവി മുട്ടകളിട്ട് അതിൽ കുഞ്ഞുങ്ങൾ പുറത്ത് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. The eggs hatched and the baby birds come out. എന്താണ്, മുട്ട പൊട്ടിയിട്ട് എന്ത് ചെയ്തു, കുഞ്ഞുങ്ങൾ പുറത്ത് വരാൻ തുടങ്ങി. ഡേയ്സ് പാസ്ഡ്, ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. The baby birds were ready to fly. The weaver birds and their young ones flew far away. എന്ത് ചെയ്തു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കുഞ്ഞുങ്ങൾ പറക്കാൻ സമയമായില്ലേ, അവർ പറക്കാനുള്ള ടൈമായി തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അവർ കുരുവിയും വീവർ ബേർഡ്സും അതുപോലെ മക്കളും എന്ത് ചെയ്തു, എന്നിട്ട് ദൂരത്തേക്ക് പറന്നുപോയി. ഹാവ് യു സീൻ ദ നെസ്റ്റ് ഓഫ് എ വീവർ ബേർഡ്. നിങ്ങൾ വീവർ ബേർഡ് ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? വിച്ച് ഓൾ ബേർഡ്സ് നെസ്റ്റ് ഹാവ് യു സീൻ. നിങ്ങൾ ഏതൊക്കെ പക്ഷിയുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? ആർ ദ നെസ്റ്റ് ഓഫ് ഓൾ ബേർഡ്സ് ആർ ദ സെയിം. പക്ഷികളുടെ കൂടുകളെല്ലാം ഒരുപോലെയാണോ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്. എന്താണ് പറയുന്നത്, പക്ഷികളുടെ കൂടുകളെല്ലാം ഒരുപോലെയാണോ, അവ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ദ നെസ്റ്റ് ഓഫ് ഓൾ ബേർഡ്സ് ആർ നോട്ട് സെയിം അല്ലേ, കൂടുകളൊന്നും ഒരുപോലെയല്ല. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലേ. എന്ത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പക്ഷികളും അവർ പല പല കൂടുകളാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് നോക്കൂ. ഇതിൽ നമ്മൾ ഓരോ ബേർഡ്സിനും ഓരോ ടൈപ്പ് ഓഫ് നെസ്റ്റ് ആണല്ലേ കാണുന്നത്. Where does the lapwing birds, തിത്തി പക്ഷി, ലേ എഗ്സ്? എവിടെയാണ് ലാപ്പിംഗ് ബേർഡ്സ് ലേ ദെയർ എഗ്സ് ഇൻ ഓപ്പൺ ഏരിയ അല്ലേ. തുറസായ സ്ഥലങ്ങളിലാണ് എന്ത് ലാപ്പിംഗ് ബേർഡ്സ് മുട്ടയിടുന്നത്. ആൻഡ് ദാറ്റ് ആർ സംടൈംസ് പെബിൾസ് ഇൻ ഫീൽഡ്. എന്താണ്, പാടത്തെ മൺകട്ടകൾക്കിടയിലാണ് എന്ത് ലാപ്പിംഗ് ബേർഡ്സ് എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത്. നെക്സ്റ്റ് എന്താണ്, ദർ ആർ മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ്, shrubs, hollows in trees, trunks and soils. എന്താണ് പറയുന്നത്, പക്ഷികൾ മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരത്തിൻ്റെ പൊത്തുകളിലും അതുപോലെ മണ്ണിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൂടുണ്ടാക്കുന്നത്. വൈ ഡു ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്. എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? ടു ലേ ദെയർ എഗ്സ് ആൻഡ് കീപ് ദം സേഫ് അല്ലേ. എന്ത് ചെയ്യുന്ന, അവർ മുട്ടയിടാനും മുട്ട സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടുണ്ടാക്കുന്നത്. പിന്നെയോ ടു ഇൻക്യുബേറ്റ് ദെയർ എഗ്സ്. എന്താണ് ഇൻക്യുബേറ്റ് അറിയുന്ന, അടയിരിക്കുക അല്ലേ. കുട്ടികളെ മുട്ടയിട്ട് വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്,
നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ? ഒബ്സർവ് ദ ബേർഡ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. വേർ ഡു ദേ ബിൽഡ് നെസ്റ്റ്? നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിച്ചിട്ട് അവരെവിടെയാണ് കൂടുണ്ടാക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. എന്താണ്, എവിടെയാണ് അവർ? ട്രീസിൽ, ഹോൾസിൽ, അതുപോലെ ബുഷസ്, സോയില്, റിവർ, പോണ്ട്, ബിൽഡിങ്സ് എന്നീ ഏരിയകളിലാണ് എന്ത് ഉണ്ടാക്കുക? മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് എന്ത് ചെയ്യുക? അവരുടെ നെസ്റ്റ് ബിൽഡ് ചെയ്യുക അല്ലേ? ഫൈൻഡ് ഔട്ട് ദ ബേർഡ്സ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഇൻ ട്രീസ് ആൻഡ് ദ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട്. എന്താ പറയുന്നത്? മരത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളെയും കൂടുണ്ടാക്കാത്ത പക്ഷികളെയും കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. സം ബേർഡ്സ് ഡു നോട്ട് ബിൽഡ് നെസ്റ്റ് but lay their eggs in the nest of other birds. The cuckoo laying its eggs in the crow's nest in an example for the dependence on their birds. Collect more information. എന്താ പറയുന്നത്? പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റുള്ള പക്ഷികളുടെ കൂടിൽ മുട്ടയിടുന്ന പക്ഷികളുണ്ട്. അങ്ങനെ ഒരു ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ട കുയിലിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഇതിനൊരു എക്സാമ്പിളാണ്. ഓൺലി ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്. പക്ഷികൾ മാത്രമാണോ കൂടുണ്ടാക്കുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട്, പിക്ചറിലേക്ക് നോക്കൂ. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ആൻഡ് ഹിൽ. ആൻഡ്സ് ബിൽഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെസ്റ്റ്. They build nests not only in the soil but also they joining leaves together and by drilling wood. എന്താ പറയുന്നത്? ഇതെന്താണ്? ഒരു ഉറുമ്പിൻ്റെ കൂടാണ്. ഉറുമ്പുകൾ ഒരുപാട് ടൈപ്പ് ഓഫ് നെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? എവിടേക്കാണ് ഉണ്ടാക്കുന്നത്? മണ്ണിൽ മാത്രമല്ല, പിന്നെയോ ഇലകൾ ഇങ്ങനെ ഒട്ടിച്ചേർത്തിട്ടോ അതുപോലെ മരങ്ങളിൽ തുളച്ച് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉറുമ്പുകൾ കൂടുണ്ടാക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻഡ് നെസ്റ്റ്. ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. എന്താണത്? ആൻഡിൻ്റെ നെസ്റ്റുകളാണല്ലേ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അവരെന്ത് ചെയ്യാണ്? ദേ ആർ ലീവ്സ് ടുഗദർ ആൻഡ് ഡ്രിൽ വുഡ്. പിന്നെ എന്താണ്? സോയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ? എന്തിലൊക്കെയാണ്? സോയിലിൽ. അതുപോലെ എന്താണ്? ജോയിനിങ് ലീവ്സ് ടുഗദർ ആൻഡ് എന്താണ്? ഡ്രില്ലിങ് വുഡ് അല്ലേ? അതിൻ്റെ പിക്ചറാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത്. വാട്ട് അതർ ക്രീച്ചേഴ്സ് അറൗണ്ട് യു ബിൽഡ് നെസ്റ്റ്? നമ്മുടെ ചുറ്റുപാടും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? ജീവികൾ കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെയുണ്ട്? ബേർഡ്സ് ഉണ്ട് അല്ലേ? ബേർഡ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ഹണി ബീ ഉണ്ട്, ആൻഡ് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ഫ്രോഗ്, അതുപോലെ എന്താണ്? റാറ്റ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ചുറ്റുപാടും നെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഡു ദേ യൂസ് ദ സെയിം മെറ്റീരിയൽസ് ടു ബിൽഡ് നെസ്റ്റ്? അവരെല്ലാവരും ഒരേ മെറ്റീരിയൽസ് ആണോ കൂടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? നോ അല്ലേ? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് എന്നാണ്, കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. അവരുണ്ടാക്കുന്ന ക്രീച്ചേഴ്സ് നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മെറ്റീരിയൽസ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ? ഇതിൽ 2 നെസ്റ്റുകൾ ഉണ്ടല്ലേ? ആരുടേതാണത്? ടെർമിറ്റിൻ്റെയും വാസ്പിൻ്റെയും ആണല്ലേ? ഇവിടെ താഴെ തന്നിരിക്കുന്ന ടേബിള് ക്രീച്ചേഴ്സും അതുപോലെ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് നെസ്റ്റ്. അവർ ക്രീച്ചേഴ്സ് നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണെന്നും എഴുതാനാണ് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ടെർമിറ്റ് ആണല്ലേ? ടെർമിറ്റ് എന്ന് പറഞ്ഞാൽ ചിതലല്ലേ? ചിതൽ എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്? സോയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലേ? നെക്സ്റ്റ് എന്താണ്? വാസ്പ് എന്ന് പറഞ്ഞാൽ കടന്നൽ, പൾപ്പ്, സലൈവ, സോയിൽ എന്നിവ ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? കൂടുണ്ടാക്കുന്നത്. സലൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമിനീരാണ് അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ എഴുതി കൊടുക്കാം? ക്രോ കാക്ക എന്താണ്? ടിക്സ് ആൻഡ് ഫൈബേഴ്സ് അല്ലേ? ടിക്സ് പറഞ്ഞാൽ ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും ഫൈബേഴ്സ് നാരുകൾ കൊണ്ടുമാണ് എന്ത് കാക്ക കൂടുണ്ടാക്കുന്നത്. നെക്സ്റ്റ് എന്താ എഴുതാം നമുക്ക്? ആൻഡ് എന്താണ്? സോയില്, അതുപോലെ ലീവ്സ്, ടിക്സ് അല്ലേ? ഈ പോട്ടർ വാസ്പ് എന്താണ് പറയുന്നത്? വേട്ടാളൻ അല്ലേ? വേട്ടാളൻ എന്തിലാണ് കൂടുണ്ടാക്കുന്നത്? സോയിലോണ്ടാണ് അല്ലേ? മണ്ണുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? സ്ക്യൂറൽ അല്ലേ? അണ്ണാനില്ലേ? അണ്ണാൻ്റെ കൂട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് അണ്ണാൻ കൂടുണ്ടാക്കുന്നത്? ത്രെഡ് അല്ലേ? നൂലുകൾ കൊണ്ട്, ലീവ്സ്, ഡ്രൈ ലീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, പിന്നെയോ ഗ്രാസ്, ടിക്സ്, ഫെതേഴ്സ്, അതുപോലെ കോട്ടൺ എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്? സ്ക്യൂറൽ കൂടുണ്ടാക്കുന്നത്.
നെക്സ്റ്റ് വർക്ക് എന്താണ്? മാച്ച് ദ ഫോളോയിങ്. എന്താണ് മാച്ച് ചെയ്യാനാണ് ഇവിടെ കുറച്ച് എന്താണ് നെസ്റ്റും അതിലെ ക്രീച്ചേഴ്സിൻ്റെ നെയിംസും തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് എന്താണ്? ക്രോ. ഇതിൽ ക്രോൻ്റെ നെസ്റ്റ് ഏതാണ്? ഇതാ ലാസ്റ്റ് വൺ ആണല്ലേ ക്രോൻ്റെ നെസ്റ്റ്. ആൻഡിൻ്റെത് എന്താണ്? ഇതാണ്. ഹണി ബീയുടേതോ ഇതാ ഫസ്റ്റ് വൺ ആണെന്ത് ഹണിബീയുടെ നെസ്റ്റ് അല്ലേ. പോട്ടർ വാസ്പിൻ്റെത് സെക്കൻഡ് വൺ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അവർ ഹൗസസ്, നമ്മുടെ വീടിലെ. വൈ ഡു വി ബിൽഡ് ഹൗസസ്? നമ്മൾ എന്തിനാണ് വീടുണ്ടാക്കുന്നത്? ഫോർ എ സേഫ് ലിവിങ്, നമുക്ക് സുരക്ഷിതത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ ഫോർ കീപ്പിംഗ് അസ് എവേ ഫ്രം റെയിൻ ആൻഡ് സൺലൈറ്റ്, എന്താ പറയുന്നത്? നമുക്ക് മഴയും വെയിലൊന്നും കൊള്ളാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്. പിന്നെ എന്താണ്? ഫോർ പ്രൈവസി അല്ലേ. പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ വീടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാം, ഭക്ഷണം കഴിക്കാം അല്ലേ. അങ്ങനെ നമുക്ക് വായിക്കാം, എഴുതാം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ പെർമിഷൻ കൂടാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കൊരു വീടുണ്ടാക്കുന്നത്. ഫോർ പ്രൊട്ടക്ഷൻ അല്ലേ. നമ്മുടെ ആനിമൽസിൻ്റെ അതുപോലെ വെതറിനൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൗസ് ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് ഹൗസസ് ഡു വി മേക്ക്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഹൗസസ്. നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൗസസ് ആണ് ഉണ്ടാക്കുന്നത്? ഇവിടെ താഴെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. വാട്ട് ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഫോർ ഈച്ച് ഹൗസ്? എന്താ പറയുന്നത്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ഇവിടെ ഒരു 6 ടൈപ്പ് ഓഫ് ഹൗസസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഏതാണ് എന്നുള്ളത് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ എഴുതാനാണ്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഹൗസ് എന്താണ്? ഫസ്റ്റ് ഹൗസിൻ്റെ വോൾ എന്താണ്? മഡ് ബ്രിക്സ് ആണ് അല്ലേ. മൺകട്ട ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തുണ്ടാക്കിയത്. അതിൻ്റെ ചുമരുണ്ടാക്കിയിട്ടുള്ളത് റൂഫോ സ്ട്രോ അല്ലേ, വൈക്കോൽ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. സെക്കൻഡ് എന്താണ്? മഡ് സോയിൽ അല്ലേ, മണ്ണ് ചെളിമണ്ണ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റൂഫോ കോക്കനട്ട് ലീവ്സിലെ കോക്കനട്ട് ലീവ്സ് മെടഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേർഡ് എന്താണ്? ബ്രിക്സ് അല്ലേ, ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മുകളിൽ എന്താ? ഇതാണ് റൂഫ്, കോൺക്രീറ്റ് ചെയ്തതാണ് അല്ലേ. ഫോർത്ത് എന്താണ്? ലാറ്ററൈറ്റ് ആണ് അല്ലേ, വെട്ടുകല്ല് ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന ലാറ്ററൈറ്റ് കൊണ്ടാണ് എന്ത് വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റൂഫ് എന്താണ്? ക്ലേ ടൈലാണ് അല്ലേ. ക്ലേ ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് അല്ലേ. അഞ്ചാമത്തത് എന്താണ്? വുഡാണ് അല്ലേ. വോൾ എന്താണ്? വുഡാണ്, മരമാണ്. പിന്നെയോ അതിൻ്റെ റൂഫ് എന്താണ്? ആസ്പെറ്റോസ് ഷീറ്റാണ് അല്ലേ, അതൊരു ഷീറ്റാണ് അല്ലേ. അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു ഷീറ്റാണ് ഉപയോഗിച്ചിട്ടാണെന്ന് അതിൻ്റെ റൂഫ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി സിക്സ്ത് വൺ എന്താണ്? അതിൻ്റെ വോൾ എന്താണ്? ഗ്രാനൈറ്റ് ആണ് അല്ലേ, കല്ലാണ് അല്ലേ. കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഗ്രാനൈറ്റ് കരിങ്കല്ല് ഉപയോഗിച്ചിട്ടാണ് എന്ത് അതിൻ്റെ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റൂഫ് എന്താണ്? ഒരു ഫൈബർ ഷീറ്റാണ് കേട്ടോ. ഓക്കെ, അനലൈസ് ദ ടേബിൾ ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. ഈ പട്ടിക വിശകലനം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? നോട്ട് ഓൾ ഓർ ഹോംസ് ആർ ദ സെയിം. എല്ലാ വീടുകളും എന്താണ്? ഒരുപോലെയല്ല. വൈ ആർ ദ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ്ഡ് ടു ബിൽഡ് എ ഹൗസ്? എന്തിനാണ് പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട്? ഇപ്പം നമ്മൾ 6 ടൈപ്പ് ഓഫ് ഹൗസസ് പഠിച്ചു അല്ലേ, കണ്ടു അല്ലേ. അതെന്താണ്? അതിന് 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്തിട്ട് ഓരോ ഹൗസ് ഉണ്ടാക്കുന്നത്? ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആർ യൂസ്ഡ് ഫോർ ബിൽഡിങ്സ് ഹൗസ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ആൻഡ് അവൈലബിലിറ്റി. എന്താണ്? നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അത് ഓരോ പ്രദേശത്തുള്ള കാലാവസ്ഥയ്ക്കും അതുപോലെ എന്താണ് അവിടെ ഉള്ള ലഭ്യതയ്ക്ക് അനുസരിച്ചാണ്. അതായത് നമ്മൾ വെട്ടുകല്ല് കിട്ടുന്ന സ്ഥലത്തെ അത് ഒരുപാട് കിട്ടുള്ളൂ, അപ്പോൾ അത് നമുക്ക് അത് ഉപയോഗിച്ചിട്ടുള്ള വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്താണ്? ഓല കിട്ടുന്ന സ്ഥലത്തെ നമുക്ക് ഓല മേഞ്ഞ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ അവൈലബിലിറ്റി. ക്ലൈമറ്റ് എന്താണ്? നമ്മൾ നന്നായി മഴ ലഭിക്കുന്ന സ്ഥലത്ത്, നല്ല പോലെ മഴ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സ്ട്രോ വെച്ചിട്ടോ അല്ലെങ്കിൽ കോക്കനട്ട് ലീവ്സ് വെച്ചിട്ടോ ഒന്നും വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അവിടെ എന്താണ്? കോൺക്രീറ്റ് വെച്ചിട്ടും അതുപോലെ ക്ലേ ടൈൽ വെച്ചിട്ടൊക്കെ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ക്ലൈമറ്റും അവൈലബിലിറ്റിയും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെനി ജോബ്സ്, വിവിധ തരം ജോലികൾ.
The different jobs associated with the construction of houses are indicated in the pictures. വാട്ട് ആർ ദേ? റൈറ്റ് ദം ഡൗൺ. എന്താ പറയുന്നത്? വീട് പണിയുമായി ഒരു വീടുണ്ടാക്കുന്നതിന് പലതരം ജോലികളുണ്ടല്ലേ, അതിവിടെ താഴെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതുവാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? മാസണറി ആണല്ലേ, കൽപ്പണിയാണ് അല്ലേ. സെക്കൻഡ് വൺ എന്താണ്? കാർപ്പൻറ്റർ ആണല്ലേ. പിന്നെയോ തേർഡ് വൺ പെയിൻറ്റിങ്സ് ആണ്. പിന്നെയോ ഫോർത്ത് വൺ എന്താണ്? ഇലക്ട്രിക്കൽ വർക്കാണ് അല്ലേ. ഫസ്റ്റ് വൺ എന്താണ്? മാസണറി, സെക്കൻഡ് കാർപ്പൻറ്റർ, തേർഡ് പെയിൻറ്റിങ്, ഫോർത്ത് എന്താണ്? ഇലക്ട്രിക്കൽ വർക്ക്. വിസിറ്റ് എ ഹൗസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആൻഡ് മീറ്റ് ദ പീപ്പിൾ ഡൂയിങ് ഡിഫറെൻറ്റ് ജോബ്സ്. ആസ്ക് ദം അബൌട്ട് ദ ഡിഫറെൻറ്റ് വർക്ക്സ് ഗോയിങ് ദർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്സ്. എന്താ പറയുന്നത്? നിങ്ങളെ വീടിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക? വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന, വീട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നോക്കുക. അപ്പോൾ അവിടെ എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഒരുപാട് ജോലികൾ കാണാം. പലതരം ആൾക്കാർ പലതരം ജോലികൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അവരോട് അവരുടെ ജോലിയെ പറ്റി ചോദിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഹൗസസ് ഓഫ് മെനി കൈൻഡ്സ്. പലതരം വീടുകൾ. ഫ്ലാറ്റ്സ് ആർ ഹ്യൂജ് ബിൽഡിങ്സ് വിത്ത് മെനി ഫ്ലോർസ് വിച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ ക്യാൻ ലിവ്. ഫ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പല പല നിലകളിൽ നിരവധി ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന കെട്ടിടത്തെയാണ് എന്ത് നമ്മൾ പറയുന്നത്? ഫ്ലാറ്റ്സ് എന്ന് പറയുന്നത്. പിക്ചർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആർ ഗിവൺ ബിലോ. താഴെ എന്താണ്? പലതരത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ഗ്ലാസ് ഹൗസ്, ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്, ഇഗ്ലൂ ആൻഡ് 3D പ്രിന്റഡ് ഹൗസ് എമംഗ് ദം. ഇതിലെന്താണ്? ഗ്ലാസ് ഹൗസ്, അതുപോലെ ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്, തൂണുകളിൽ ഉയർത്തിയ വീട്, അതുപോലെ ഇഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞ് പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു തരം വീടാണ് അല്ലേ. പിന്നെന്താണ്? 3D പ്രിന്റഡ് വീടുകളും തന്നിട്ടുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഏതാണ്? ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ് അല്ലേ. തൂണുകളിലാണ് അത് ഉയർത്തി കെട്ടിയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് വൺ എന്താണ്? ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ്. സെക്കൻഡ് വൺ എന്താണ്? ഗ്ലാസ് ഹൗസ് ആണ് അല്ലേ. തേർഡ് വൺ ഇഗ്ലൂ. ഫോർത്ത് എന്താണ്? 3D പ്രിന്റഡ് ഹൗസ് അല്ലേ. വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ഹൗസ്? ഇവിടെ തന്നിട്ടുള്ള ഈ വീടുകളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ്? ഹൗസ് ബിൽറ്റ് ഓൺ പില്ലേഴ്സ് അല്ലേ. തൂണുകളിൽ ഉയർത്തി കെട്ടിയ വീടിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കാം? പ്രൊട്ടക്ഷൻ ഫ്രം ഫ്ലൂഡിങ് അല്ലേ. എന്താണ്? നമ്മൾ മഴക്കാലത്തൊക്കെ വെള്ളം പൊങ്ങി വരുമ്പോൾ അത് നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടും അത് യൂസ് ചെയ്യാം അല്ലേ. അങ്ങനെ വീടിൻ്റെ അടിഭാഗം എന്താ ചെയ്യാം? സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയോ സെക്കൻഡ് എന്താണ്? ഗ്ലാസ് ഹൗസ് ആണ് അല്ലേ. ഗ്ലാസ് ഹൗസിൻ്റെ ഫീച്ചർ എന്താണ്? എലോ നാച്ചുറൽ ലൈറ്റ് അല്ലേ. എന്താണ്? അതെന്താണ്? നമ്മുടെ പ്രകൃതിദത്തമായ, പ്രകൃതിയിൽ നിന്നുള്ള വെളിച്ചം, നമ്മുടെ സൂര്യപ്രകാശിൻ്റെയും വെളിച്ചം നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് നമുക്ക് കിട്ടും. പിന്നെയോ തേർഡ് എന്താണ്? ഇഗ്ലൂ ആണല്ലേ. ഇഗ്ലൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഫീച്ചേഴ്സ് എന്താണ്? ടു കീപ് പീപ്പിൾ വാം ഇൻ കോൾഡ് ക്ലൈമറ്റ്. അവിടെ മഞ്ഞ് പ്രദേശമാകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ. അപ്പം ഒരു ചൂട് നിലനിർത്തുകയാണല്ലേ ആ വീടിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് എന്താണ്? 3D പ്രിന്റഡ് ഹൗസ് ആണ് അല്ലേ. അതിൻ്റെ ഫീച്ചർ എന്താണ്? അത് കോസ്റ്റ് എഫിഷ്യൻസി ആണല്ലേ. അത് നിർമ്മിക്കാനായിട്ട് വലിയ ചിലവ് ഇല്ല. സ്പീഡ് ഓഫ് കൺസ്ട്രക്ഷൻ, പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റും. പിന്നെ എന്താണ്? റെഡ്യൂസ് വേസ്റ്റ്, ഈ വീട് നിർമ്മിക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല അല്ലേ. ഹൗസസ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ക്ലൈമറ്റ് ഓഫ് ഈച്ച് റീജിയൻ, the peculiarity of location, availability of resources, security, the number of family members. The growth in technology has brought about big changes in the construction of houses. എന്താ പറയുന്നത്? ഓരോ പ്രദേശത്തിൻ്റെയും ക്ലൈമറ്റ്, കാലാവസ്ഥ, അതുപോലെ എന്താണ്? പെക്യുലാരിറ്റി ഓഫ് ദി റീജിയൻ, അവിടെയുള്ള എന്താ പറയുക, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അതുപോലെ എന്താണ്? അവിടുത്തെ ലഭ്യത, അവിടുത്തെ കുടുംബങ്ങളുടെ എണ്ണം, സുരക്ഷ എന്നിവയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതില്ലേ. പിന്നെ എന്താണ്? ഗ്രോത്ത് ഇൻ ടെക്നോളജി വാസ് ബ്രോട്ട് അബൌട്ട് ബിഗ് ചേഞ്ചസ് ഇൻ കൺസ്ട്രക്ഷൻസ് ഹൗസ്. എന്താ പറയുന്നത്? നമ്മുടെ സാങ്കേതിക വിദ്യയിലുണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ വീട് നിർമ്മിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
ലെറ്റ്സ് ബിൽഡ് എ ഹൗസ്. നമുക്കൊരു വീടുണ്ടാക്കാം. ലെറ്റ്സ് ബിൽഡ് ദ മോഡൽ ഓഫ് എ ഹൗസ്. നമുക്കൊരു വീടിന്റെ മാതൃകയുണ്ടാക്കാം. എന്തൊക്കെയാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ? കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, ഗ്ലൂ, സിസേഴ്സ്, പേപ്പർ ആൻഡ് വാട്ടർ കളർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദീസ്. നൗ മേക്ക് എ ഹൗസ് അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. എന്താ പറയുന്നത്? ഇതിനായി കാർഡ്ബോർഡ്, അതുപോലെ ചാർട്ട് പേപ്പർ, പശ, കത്രിക, പേപ്പർ, കളർ, ജലച്ചായം എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു വീട് നിർമ്മിക്കാനാണ് പറയുന്നത്. ഈസ് ദ ഹൗസ് ദാറ്റ് യു മെയ്ഡ് സിമിലർ ടു ദ ഹൗസ് മെയ്ഡ് ബൈ യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിർമ്മിച്ച വീടിൻ്റെ അതുപോലെ തന്നെയാണോ നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, നിങ്ങളുടെ കൂട്ടുകാരൻ ഉണ്ടാക്കിയിട്ടുള്ളത്? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലാണല്ലേ വീടുണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഉണ്ടാക്കിയ പോലെ അതുപോലെയുള്ളതാണോ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കൂട്ടുകാരുടേതും എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ടുഗെദർ വി ക്യാൻ, ഒത്തൊരുമിച്ച് അല്ലേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഹൗസ് ഹോൾഡ് ചോസ്. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ജോലികളാണുള്ളത്? വാട്ട് ചോസ് ക്യാൻ ഈച്ച് പേഴ്സൺ ഡു. ഏതൊക്കെ ജോലികൾ ആരൊക്കെയാണ് ചെയ്യുന്നത്? കണക്ഷൻ വിത്ത് ലൈൻസ്. ഇവിടെ താഴെ കുറച്ച് ജോലികൾ തന്നിട്ടുണ്ട്. അത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വരച്ച് ചേർക്കാനാണ് പറയുന്നത്. സോർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽ. പാഴ്വസ്തുക്കൾ വേർതിരിക്കാൻ ആർക്കൊക്കെ പറ്റും? ഗേളിനും പിന്നെന്താണ് മദറിനും പറ്റൂലേ. വൈപ്പിംഗ് ഫ്ലോർ ആരൊക്കെയാണ് ചെയ്യാം? മദർ ആൻഡ് ബോയ്ക്ക് ചെയ്യാം. ക്ലീനിങ് ദ ബാത്റൂം ആർക്കൊക്കെ ചെയ്യാം? ഗേളിനും മദറിനും ചെയ്യാം അല്ലേ. റീചാർജിങ് ദ മൊബൈൽ ഫോൺ ആർക്ക്? ബോയ്ക്കും ഗേളിനും കൂടെ ചെയ്യാം. പർച്ചേസിങ് തിങ്സ് ആർക്കൊക്കെ ചെയ്യാം? ഫാദർ ആൻഡ് മദർ. കുക്കിംഗ് ആർക്കൊക്കെ ചെയ്യാം? ഫാദർ, മദർ. റീഫില്ലിംഗ് ദ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ആർക്കൊക്കെ ചെയ്യാം? ബോയ് ആൻഡ് ഫാദർ. പിന്നെ പേയിങ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഫാദർ ആൻഡ് മദർ. വാഷിംഗ് ദ ഡിഷസ് എന്താണ്? ഫാദർ ആൻഡ് ഗേൾ. അയണിങ് ക്ലോത്ത്സ് ആരൊക്കെയാണ്? ഗേൾ ആൻഡ് ഫാദർ അല്ലേ. അല്ലെങ്കിലും ഇതിലുള്ള എല്ലാ ജോലികളും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ജോലികളല്ലേ. നമ്മുടെ വീട്ടിലുള്ള ജോലികളിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് ഇൻ ദ ക്ലാസ്. ഷുഡൻറ്റ് ദ ഹൗസ് ഹോൾഡ് ചോർസ് ബി ഡൺ വിത്ത് ദ കോർപ്പറേഷൻ ഓഫ് ഓൾ ദി ഫാമിലി മെമ്പേഴ്സ്. എന്താ പറയുന്നത്? വീട്ടുജോലി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ചെയ്യേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? യെസ്, ഹൗസ് ഹോൾഡ് ചോർസ് should ideally be done with the cooperation of all family members. It promotes strengthens family bonds and teach responsibility അല്ലേ. എന്താ പറയുന്നത്? നമ്മളിങ്ങനെ വീട്ടുജോലികൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? വീട്ടിൽ നല്ല ഒത്തൊരുമ ഉണ്ടാവും. പിന്നെ എന്താണ്? ഓരോരുത്തർക്കും ചെയ്യേണ്ടതായിട്ടുള്ള ചുമതലയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊതുസ്ഥാപനങ്ങൾ അല്ലേ. എന്താണ് ഇവിടെ? യു ഹാവ് എ ഹൈ ടെമ്പറേച്ചർ, ഗെറ്റ് അപ്പ്, ലെറ്റസ് ഗോ ടു ദ ഹോസ്പിറ്റൽ. എന്താ പറയുന്നത്? നിനക്ക് നല്ല പനിയാണല്ലേ, നല്ല ചൂടുണ്ട്, വേഗം എഴുന്നേൽക്ക്, നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിൽ പോവാം, അമ്മ മോളോട് പറയാനല്ലേ. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ് കെയർ ടു ദോസ് ഹു ആർ സിക്ക്. എന്താ പറയുന്നത്? നമുക്ക് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി തരികയാണ് ആര് ചെയ്യുന്ന സേവനം? ഹോസ്പിറ്റൽ നൽകുന്ന എന്താണ്? കെയർ അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ ഐദർ ഫുള്ളി ഓർ പാർഷ്യലി ഓണേഡ് ബൈ ദ ഗവൺമെൻറ് പ്രൊവൈഡിങ് വേരിയസ് സർവീസ് ടു പീപ്പിൾ ആർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ പറയുന്നത്? പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് എന്താണ്? സേവനം ചെയ്യുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനായോ എന്താണ്? സർക്കാർ ഉടമസ്ഥതയിലുള്ള ജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊതുസ്ഥാപനങ്ങൾ എന്ന് അല്ലെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് പ്രൊവൈഡ് ആസ് ഡിഫറെൻറ്റ് സർവീസസ്. നമുക്ക് സർവീസസ് നമ്മുടെ സേവനങ്ങൾ നൽകുന്ന എന്താ പറയുക മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നത്. ഇവിടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡ്സ് ആണ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വേറെ ഏതൊക്കെയാണ്? ഇവിടെ സ്കൂൾ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെന്താണ് പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കറിയാവുന്ന പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്? വേറെ എന്തൊക്കെയാണ്? പഞ്ചായത്ത്, ഹോസ്പിറ്റൽ,
റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, KSCB, ഫാക്ടറി എന്നിവയൊക്കെ എന്താണ് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വാട്ട് സർവീസസ് ഡു വി ഗെറ്റ് ഫ്രം ഈച്ച് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സർവീസസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സ്കൂളിൽ നിന്ന് നമുക്ക് എന്ത് സർവീസാണ് നമുക്ക് കിട്ടുന്നത്? പ്രൊവൈഡ് എഡ്യൂക്കേഷൻ അല്ലേ. നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ് അല്ലേ. പിന്നെ പോലീസ് സ്റ്റേഷൻ ക്രൈം പ്രിവെൻഷൻ ആൻഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ട് അല്ലേ. നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ക്രൈമിനൊക്കെ തടസ്സപ്പെടുത്തുന്ന ആരാണ്? ക്രൈമൊക്കെ നടത്താതെ നമ്മൾ അതിൽ നിന്നും സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ പോലീസാണല്ലേ. പിന്നെയോ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസാണ് ചെയ്യുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബാങ്കാണ്. പഞ്ചായത്ത് ചെയ്യുന്നത്? പബ്ലിക് വർക്ക് ആൻഡ് വെൽഫെയർ ഫങ്ഷനിൽ നമ്മുടെ നാട്ടിലെ ചെറിയ വർക്കുകളൊക്കെ അല്ലേ, റോഡ്, പാടം, കുളം, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത് ആരാണ്? പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് അല്ലേ. ഹോസ്പിറ്റൽ എമർജൻസി കെയർ, ഓർത്തോപേഷ്യൻ കെയർ, പിന്നെന്താണ് ഡയഗ്നോസ്റ്റിക് സർവീസസ് അല്ലേ. പറയുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് കെയർ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലാണല്ലേ. നമുക്ക് കെയർ ടു ദോസ് ഹു ആർ സിക്ക് അല്ലേ. നമുക്ക് അസുഖങ്ങൾ വന്നാൽ കെയർ ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റലാണ് അല്ലേ. പിന്നെ മറ്റ് സേവനങ്ങൾ ഡയഗ്നോസ്റ്റിക് സർവീസിലെ നമുക്ക് അവിടുന്ന് ലബോറട്ടറി അതിൻ്റെ സേവനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ. എക്സ്റേ ലബോറട്ടറി ഇതിൻ്റെയൊക്കെ സർവീസസ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ടു ട്രാവൽ ഇൻ ട്രെയിൻ. നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ എവിടെ പോകണം? റെയിൽവേ സ്റ്റേഷനിൽ പോകണം അല്ലേ. പിന്നെന്താണ് പോസ്റ്റ് ഓഫീസ് അല്ലേ. ലെറ്റർ ആൻഡ് പാർസൽ സർവീസസ് അല്ലേ. നമുക്ക് കത്തുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ അയക്കാനൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ KSCB അല്ലേ, പ്രൊവൈഡ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. നമുക്ക് വൈദ്യുതി തരുന്നത്, അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നതൊക്കെയാണ് ആരുടെ സർവീസ്? KSCBയുടെ സർവീസ്. പിന്നെ ഫാക്ടറി പ്രൊവൈഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സ് അല്ലേ. നമുക്ക് പലതരത്തിലുള്ള ജോലികൾ തരുന്നത് ആരാണ്? ഫാക്ടറിയാണ്. വിസിറ്റ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നിയർ ബൈ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പൊതുസ്ഥാപനം സന്ദർശിക്കാൻ, വിസിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രിപ്പയർ ക്വസ്റ്റനെയർ ബിഫോർ വിസിറ്റിംഗ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സർവീസസ് പ്രൊവൈഡഡ്. പറയുന്നത് അവിടെ നിന്ന് നൽകുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനുമായിട്ട് നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തിട്ട് വേണം അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പ്രിപ്പയർ എ റിപ്പോർട്ട് ഓഫ് ദി ഇൻഫർമേഷൻ ദാറ്റ് യു ഗാതേർഡ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ടു ദ ക്ലാസ്. പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. The homeless and those who lost their homes. New houses will be handed over to 228 families who lost their houses in the flood. പറയുന്നത് വീടില്ലാത്തവരും വീട് നഷ്ടപ്പെട്ടവരും അല്ലേ. പ്രളയത്തിൽ 228 കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടു അല്ലേ വീടുകൾ. അവർക്ക് പുതിയ വീടുകൾ സമ്മാനിക്കും. ദ ഗവൺമെൻറ്റ്സ് ന്യൂ പ്രൊജക്റ്റ് ഗിവ്സ് ഹോപ്പ് ടു ദ ഹോംലെസ്. പറയുന്നത് വീടില്ലാത്തവർക്കായിട്ട് അവർക്കൊരു ഹോപ്പ് ഉണ്ടല്ലേ. സർക്കാർ ഒരു ഹോപ്പ് കൊടുക്കുകയാണ് ഇതിനായിട്ട്. വീടില്ലാത്തവർക്കായിട്ടൊരു സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതി വരുന്നുണ്ട്. പ്രതീക്ഷയായിട്ട് അവർക്ക് സർക്കാരിൻ്റെ ഒരു പദ്ധതി വരുന്നുണ്ട് അല്ലേ വീടില്ലാത്തവർക്കായിട്ട്. വേരിയസ് ഗവൺമെൻറ് പ്രൊജക്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വർക്ക് ടുവേർഡ്സ് റിയലൈസിങ് ദ ഡ്രീംസ് ഓഫ് ഹൗസ് ഫോർ ഓൾ. പറയുന്നത് എല്ലാവർക്കും വീടില്ലേ, ഹൗസ് ഫോർ ഓൾ, എല്ലാവർക്കും വീട് എന്ന സ്വപ്നം നടത്തുന്നതിനായിട്ട് റിയലൈസ് ചെയ്യുന്നതിനായിട്ട് ഗവൺമെൻറ് പ്രോജക്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ വർക്ക് ടുവേർഡ്സ് അല്ലേ. പറയുന്നത് സർക്കാരും അതുപോലെ സമൂഹത്തിൽ ഒരുപാട് കൂട്ടായ്മകളും എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലെറ്റസ് അസസ്, വിലയിരുത്താം. വേരിയസ് വർക്ക്സ് റിലേറ്റഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഹൗസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ മെറ്റീരിയൽസ് നീഡഡ് അറ്റ് ഈച്ച് സ്റ്റേജ്. വീട് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി താഴെ കുറച്ച് ജോലികൾ തന്നിട്ടുണ്ട്.
അതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാണ്. മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫൗണ്ടേഷൻ വർക്കാണ് അല്ലേ. അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? വുഡ്, ബ്രിക്സ്, സ്റ്റോണ്, സ്റ്റീല്, സിമെൻറ്റ്, വാട്ടർ അല്ലേ, സാൻഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വുഡ് വർക്ക് അല്ലേ, വുഡ് വർക്ക് മരപ്പണിയില്ലേ, എന്താ അതിന് വേണ്ടത്? അതിന് എന്ത് ചെയ്യണം? വുഡ് വേണം. പിന്നെന്താണ്? അതിനൊരുപാട് മെഷറിങ് ടൂൾസ് ഉണ്ടല്ലേ, സ്കെയില് വേണം, പെൻസിൽ വേണം, കട്ടർ, ഹാമർ, പിന്നെന്താണ്? സ്ക്രൂ ഡ്രൈവർ, പിന്നെന്താണ്? സോ വേണം, ക്ലാംസ് വേണം അല്ലേ, നെയിൽസ് വേണം, ആണി വേണം, പിന്നെന്താണ്? റൂട്ടർ, ലെവല്, അങ്ങനെ ഒരുപാട് ടൂൾസ് വുഡ് വർക്കിനുണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ബിൽഡിംഗ് വോൾ അല്ലേ, ബിൽഡിംഗ് എ വോൾ. എന്താണ്? സിമൻറ്റ്, സാൻഡ് വേണം, വാട്ടർ, സ്റ്റോണ്, ബ്രിക്സ്, സോയില്, വുഡ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ബിൽഡിംഗ് എ വോളിലെ ഭിത്തി നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഇനി നാലാമത്തത് എന്താണ്? പ്ലാസ്റ്ററിങ് അല്ലേ, തേപ്പ് അല്ലേ, സിമൻറ്റ്, വാട്ടർ, സാൻഡ്, പിന്നെ അതുപോലെ അതിനെന്താണ്? ഓരോ ബ്രഷ് ഉണ്ട് അല്ലേ, പിന്നെ മെഷറിങ് ടൂൾ ഉണ്ട്, ലെവലുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? തേപ്പ് പണി അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് എടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് വാക്ക് എന്താണ്? ഒബ്സർവ് ദ ഡ്വെല്ലിംഗ് ഓഫ് ഡിഫറെൻറ്റ് ക്രീച്ചേഴ്സ്, റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ്, ലിസ്റ്റ് ദം അക്കോർഡിംഗ് ടു ദ പർട്ടിക്കുലർ ഗിവൺ ബിലോ. എന്താണ് പറയുന്നത്? നിങ്ങൾ ജീവികളുടെ ക്രീച്ചേഴ്സിൻ്റെ കൂടുകൾ നിരീക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്? അതിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എഴുതുക. എന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഈ താഴെ തന്നിട്ടുള്ള ഫീച്ചേഴ്സ് മനസ്സിലാക്കിയിട്ട് താഴെ തന്നിട്ടൊരു പട്ടിക തന്നിട്ടുണ്ട്, അത് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? ദോസ് ദാറ്റ് ബിൽഡ് നെസ്റ്റ് ഓൺലി ഫോർ ലേയിങ് ദെയർ എഗ്സ് ആൻഡ് ഹാച്ചിങ് ദ ലിറ്റിൽ വൺസ്. എന്താ പറയുന്നത്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി മാത്രം കൂടുണ്ടാക്കുന്നവ എഴുതുക. പിന്നെ ദോസ് ഹൂ സ്റ്റേ ഇൻ ദ ഡ്വെല്ലിംഗ് ബിൽഡ് ബൈ ദംസെൽവ്സ്. എന്താണ്? കൂടുണ്ടാക്കിയിട്ട് അതിൽ സ്റ്റേ ചെയ്യുന്നവരെ, താമസിക്കുന്നവരെ എഴുതുക. ദോസ് ഹൂ ഡിപ്പെൻഡ് ഓൺ ഡ്വെല്ലിംഗ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെ കൂടിനെ ആശ്രയിക്കുന്നവരെ എഴുതുക. അപ്പോൾ എന്താണ്? ഫസ്റ്റിൽ ഏതൊക്കെയാണ്? ക്രോസ്, പാരോ, പാരറ്റ്, സ്ക്യുറൽ, പീജിയൻ, വീവർ ബേർഡ്, ഫ്രോഗ്, ഇതൊക്കെ എന്താണ്? കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് കൂടുണ്ടാക്കുന്നത്. പിന്നെ സ്റ്റേ ചെയ്യാൻ ആരൊക്കെയാണ്? ഹ്യൂമൻസ് അല്ലേ, മനുഷ്യർ. എന്താണ്? നമ്മൾ വീടുണ്ടാക്കി അതിൽ താമസിക്കൂലേ. പിന്നെ ടെർമിറ്റ്സ്, വാസ്പ്, ഹണി ബി, ആൻഡ് തുടങ്ങിയതൊക്കെ എന്താണ്? സ്റ്റേ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്? വീടുണ്ടാക്കുന്നത് അല്ലേ. പിന്നെയോ മറ്റുള്ളവരുടെ കൂടുകളെ ആശ്രയിക്കുന്നവരാരാണ്? കുക്കൂലെ, കുയില് അല്ലേ, ഔള്, റാപ്പിറ്റ്, റാറ്റ്, ഡക്ക് എന്നിവയൊക്കെ എന്താണ്? മറ്റുള്ളവരുടെ കൂടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. തേർഡ് വാക്ക് എന്താണ്? റീഡ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് നോക്കുക. മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് ലേൺ ജോയ്ഫുള്ളി വിത്ത് ദെയർ ടീച്ചർ. എന്താണ് പറയുന്നത്? മീരയും കൂട്ടുകാരെന്താണ്? ടീച്ചറോടൊപ്പം എന്ത് ചെയ്യാണ്? നല്ല സന്തോഷത്തോടെ കളിച്ച് പഠിക്കുകയാണ് അല്ലേ. ദ ഫാദർ ബൈസ് റൈസ്, വീറ്റ് ആൻഡ് കെരോസൻസ്. എന്താണ് പറയുന്നത്? മണ്ണെണ്ണയും അരിയും ഗോതമ്പൊക്കെ എന്താണ്? അച്ഛൻ വാങ്ങുന്നു. പിന്നെന്താണ്? ദ മദർ ടേക്സ് ദ ഗ്രാൻഡ് ഫാദർ ഫോർ ഐ ടെസ്റ്റ്. എന്നാണ് പറയുന്നത്? കണ്ണ് പരിശോധനയ്ക്ക് മുത്തശ്ശനെ അമ്മ കൊണ്ടുപോകുന്നു. ദ ഗ്രാൻഡ് മദർ റിസീവ് പെൻഷൻസ്. മുത്തശ്ശി എന്താണ്? പെൻഷൻ വാങ്ങുന്നു. ദ ഗാർബേജ് കളക്ഷൻ ടേക്ക് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം ദ ഹൗസ്. എന്താണ്? വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താണ്? ശേഖരിച്ച് കൊണ്ടുപോകുന്നു. ഇതൊക്കെ എന്താണ്? ഒരുപാട് സിറ്റുവേഷൻസ് ആണല്ലേ. വിച്ച് ഓഫ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ യൂസ്ഫുൾ ടു മീര ആൻഡ് ഫാമിലി, റൈറ്റ് ദം ഡൗൺ. മേലെ നമ്മൾ പറഞ്ഞ സിറ്റുവേഷൻസ് അവർക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ലഭിച്ച സർവീസാണ് എന്നുള്ളത് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? മീര ആൻഡ് ഹെർ ഫ്രണ്ട്സ് ലേൺ ജോയ്ഫുള്ളി വിത്ത് ദർ ടീച്ചർ. ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂളാണല്ലേ. ദ ഫാദർ ബൈസ് റൈസ്, വീറ്റ് ആൻഡ് കെരോസൻസ്. എവിടെ നിന്നാണ്? റേഷൻ ഷോപ്പാണ് അല്ലേ. പിന്നെന്താണ്? ദ മദർ ടേക്സ് ദ ഗ്രാൻഡ് ഫാദർ ഫോർ ആൻ ഐ ടെസ്റ്റ്. എന്താ പറയുന്നത്? കണ്ണ് പരിശോധനയ്ക്ക് ഗ്രാൻഡ് ഫാദറിനെ അമ്മ കൊണ്ടുപോയത് എവിടേക്കായിരിക്കാം? ഹോസ്പിറ്റലിലേക്ക് അല്ലേ. ദ ഗ്രാൻഡ് മദർ റിസീവ്സ് പെൻഷൻ. പെൻഷൻ എവിടെ നിന്നാണ് ലഭിക്കുക മുത്തശ്ശിക്ക്? ബാങ്കിൽ നിന്നല്ലേ. ദ ഗാർബേജ് കളക്ഷൻ ടേക്ക് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം ദ ഹൗസ്. എന്താണ്? പഞ്ചായത്താണല്ലേ. നമ്മുടെ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഹരിതകർമ്മസേന എവിടെ നിന്നാണ് വരുന്നത്? പഞ്ചായത്തിൻ്റെ അണ്ടറിൽ നിന്നാണ് അല്ലേ.
എന്താണ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങൾ അല്ലേ. ഫസ്റ്റ് വർക്ക് എന്താണ്, ദ ഡ്വെല്ലിംഗ് ഓഫ് ദി ബേർഡ്സ് ആൻഡ് ദ ഹണി ബീസ് ആർ ഷോൺ ഇൻ ദ പിക്ചർ. ആർ ദേ ഐഡൻറ്റിക്കൽ? ഐഡൻറ്റിഫൈ ദ ക്ലാസിഫൈ ദ അനിമൽസ് ആൻഡ് ബേർഡ്സ് ലിവിങ് ആസ് എ ഗ്രൂപ്പ് ഓർ ആസ് സിംഗിൾ. നോട്ട് ദം ഡൗൺ ബിലോ. എന്താ പറയുന്നത്, ആ ചിത്രത്തിൽ പക്ഷികളുടെയും തേനീച്ചകളുടെയും കൂടുകൾ ഒരുപോലെയാണോ നിങ്ങൾ കാണുന്നത് ചിത്രത്തിൽ? അല്ല അല്ലേ. അവരെന്താണ് വലിയ കൂട്ടങ്ങളായി താമസിക്കുന്നതും അല്ലാത്തതുമായ ജീവികളെ കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഒരു ബേർഡ് ഉണ്ട് അല്ലേ, ഒരു ട്രീയിൽ ഹോളിലൊരു ബേർഡ് ഇരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്, ഐ ബിൽഡ് ദിസ് നെസ്റ്റ് ഇൻ ദ ഹോളോ ഓഫ് ദി ട്രീ ട്രങ്ക് ഫോർ ലൈയിങ് എഗ്സ്. ഞാൻ ഈ മരത്തിലെ പൊത്തിൽ കൂടുണ്ടാക്കിയത് എന്തിനാണ്, എനിക്ക് മുട്ടയിട്ട് അടയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ ബീസ് എന്താ പറയുന്നത്, വി ലിവ് ആസ് എ ഗ്രൂപ്പ്, ദിസ് ഈസ് അവർ ഡ്വെല്ലിങ്. എന്താണ്, ഞങ്ങൾ കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ കൂട്. നമുക്കുള്ള വർക്ക് ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ അനിമൽസ് ആൻഡ് ബേർഡ്സ് ലിവിങ് ആസ് എ ഗ്രൂപ്പ് ഓർ ആസ് സിംഗിൾ അല്ലേ. ഇവിടെ എന്താണ് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. എന്താണ്, ദോസ് വിച്ച് ലിവ് ആസ് എ ഗ്രൂപ്പ്, ദോസ് വിച്ച് ലിവ് ഇൻ സിംഗിൾ. ഒറ്റയ്ക്ക് താമസിക്കുന്നതും കൂട്ടമായിട്ട് താമസിക്കുന്നവയെ എന്താണ് പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. ആരൊക്കെയാണ് ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവർ? ആരൊക്കെയാണ്? ടെർമിറ്റ്സ്, ആൻഡ്, വാസ്പ്, ബീസ്, ഡോഗ്സ്, ഫിഷസ്, എലിഫൻസ്, ഷീപ്സ്, ഡിയേഴ്സ്, വോൾഫ്സ്, ലയൺസ്. ഇതൊക്കെ എന്താണ് കൂട്ടമായിട്ടാണ് ഗ്രൂപ്പായിട്ടാണ് താമസിക്കുന്നത്. ഇനി ഒറ്റയ്ക്ക് അല്ലേ സിംഗിളായിട്ട് ലിവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈഗിള്, സ്നേക്ക്, ടൈഗർ, സ്പൈഡർ, വുഡ് പെക്കർ, ടോട്ടോയ്സ്, ഗ്രാസ് ഹോപ്പർ. ഇതൊക്കെ എന്താണ് സിംഗിളായിട്ടാണ് താമസിക്കുന്നത്. ഇനി സെക്കൻഡ് വർക്ക് എന്താണ്, ഹാവ് യു സീ ദ സ്പൈഡർ വെബ്സ്. നിങ്ങൾ ചിലന്തി വല കണ്ടിട്ടില്ലേ? ലുക്ക് അറ്റ് ദ ഡിഫറൻസസ് ഇൻ ദ ഗിവൺ പിക്ചേഴ്സ് ഓഫ് വെബ്സ്. ഇവിടെ താഴെ കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആസ് വെൽ. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിക്കുക. എന്നിട്ട് നോട്ട് ഡൗൺ ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പൈഡർ വെബ്സ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് ഓരോ തരം ചിലന്തി വലകളുടെയും പ്രത്യേകതകൾ എന്താണെന്ന് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ എന്താണ് 4 തരത്തിലുള്ള എന്താണ് 4 ടൈപ്സ് ഓഫ് സ്പൈഡർ വെബ്സ് ആണല്ലേ കാണുന്നത്. എന്താണ് ഇതിനോരോ പ്രത്യേകതകളുണ്ട്. സ്പൈഡറിൻ്റെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ്സിന് ഓരോ എന്താ പറയുക സ്പെഷ്യാലിറ്റി, ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, ഷീറ്റ് വെബ്സ് ആണല്ലേ. ഷീറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അതെന്താണ്, എ മേസ് ഓഫ് ക്രിസ് ക്രോസ്ഡ് ത്രെഡ് എബോവ് ദ വെബ്സ് നോക്കഡ് ഫ്ലൈ ഇൻസെക്ട്സ് ഓഫ് കോഴ്സ് ആൻഡ് ഡൗൺ ഓൺ ടു ദ വെബ് ബിലോ. അവിടെ എന്താണ് അതിന് മുകളിലൊരു ഇൻസെക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, അതിനെ ഒരുപാട് അടിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഇൻസെക്റ്റിനെ അത് അവിടെ എന്ത് ചെയ്യുക, അവിടെ സ്പൈഡർ ഇരിക്കുന്നുണ്ടാവില്ലേ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനെ താഴത്തേക്ക് അതിനെ വലിച്ചു കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സംവിധാനങ്ങളാണ് അതിലുള്ളത്. രണ്ടാമത്തെ എന്താണ്, സ്പൈറൽ വെബാണല്ലേ. വട്ടത്തിലാണല്ലേ അതുള്ളത്, റൗണ്ട് ഷേപ്പിലാണല്ലേ ഏകദേശം ഉള്ളത്. ദ സ്പൈഡർ സ്പിന്നിങ് വെബ് ദെൻ വെയിറ്റിംഗ് ഓൺ വെബ് ഫോർ എ ഇൻസെക്റ്റ് ടു ട്രാപ്പ്. എന്താണ് ഈ വെബിൻ്റെ അടുത്ത് വെബ് ഇങ്ങനെ എന്താണ് ഒരു റൗണ്ട് ഷേപ്പിൽ അത് നെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അതിലിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇൻസെക്റ്റിനെ അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇൻസെക്റ്റ് വന്ന് അതിൽ തട്ടിക്കഴിഞ്ഞാൽ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് വേഗം പോയി അതിനെ ട്രാപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ എന്താണ്, ടാങ്കിൾഡ് വെബ് അല്ലേ. പാസിംഗ് ഇൻസെക്ട് ബ്രേക്സ് ഓഫ് ദീസ് ത്രെഡ്സ് ഇറ്റ് വിൽ ബി പുൾഡ് ഇൻ ടു ദ സെൻട്രൽ വെബ്. ഇതിൻ്റെ ഈ പ്രാണികൾ ഇതിലൂടെ ഇങ്ങനെ പാറുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതതിൻ്റെ ഉള്ളിൽ വലിയ വലയുടെ ഉള്ളിലേക്ക് അത് വീണ് പോകും. നാലാമത്തത് എന്താണ്, ഫണൽ വെബാണല്ലേ. ഒരു ഫണൽ മാതിരിയ ഉള്ളിലൊരു ദ്വാരമുള്ള പോലെയുള്ള ഒരു വലയാണല്ലേ. അതെന്താണ്, എ വൈഡ് ലിപ്പ് ഓഫ് നോൺ ക്യാപ്ചർ സിൽക്ക് ലീഡിങ് ഇൻ ടു ഫണൽ വേർ ദ സ്പൈഡർ വെയ്റ്റ്സ്. The external webbing vibrate when stepped on which alert the spider to prey. എന്താ പറയുന്നത്, അതിൻ്റെ ഉള്ളിലാണ്, ആ ഫണലിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ആരിയ്ക്കുക, സ്പൈഡർ ഇരിക്കുക. ഇതിൻ്റെ പുറം ഭാഗത്ത് പ്രേ അല്ലെങ്കിൽ ഇൻസെക്റ്റിന് അവിടെ തട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആര് പുറത്തേക്ക് ഓടി വരും, സ്പൈഡർ ഓടി വരും. അങ്ങനെ അതിനെ ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ 8th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെസ്റ്റിലെ ഓരോ ക്രിയേച്ചേഴ്സിൻ്റെയും നെസ്റ്റ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് പഠിച്ചു അല്ലേ. പിന്നെയാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് നമുക്ക് തരുന്ന സർവീസസ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കൊക്കെ കുറച്ച് നമ്മുടെ സറൗണ്ടിൽ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സും പ്രവർത്തനങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.